തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളോട് ഇത്രയധികം തൊഴിലാളി വിരുദ്ധത കാണിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സൗകര്യമില്ല എന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ഈ പറയുന്ന PSC ചെയർമാൻ ഇത്രയും രൂപ കൊടുക്കുകയും പാവപ്പെട്ട ആശാവർക്കർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് സാമൂഹ്യ വിപ്ലവം പിണറായി വിജയൻ നടപ്പിലാക്കിയെന്നുള്ളതാണ് ചോദ്യം. പിണറായി വിജയൻ ആനയാണ്, ചേനയാണ്, സൂര്യൻ എന്നൊക്കെ പാടിയത് ആരാണ്? സെക്രട്ടറിയിൽ ഇരിക്കുന്ന ജീവനക്കാരാണ് പാടിയത്. ഏതെങ്കിലും സമരം കിടക്കുന്ന ഒരാൾ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പാടുന്നുണ്ടോ? പിണറായി വിജയനും അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇരിക്കുന്ന സർക്കാർ ജീവനക്കാരും അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നാൽ പിണറായി വിജയനെ തെറി വിളിക്കുന്ന തെറിപ്പാട്ട് കേൾക്കാൻ പറ്റും. നമസ്കാരം. സാധാരണക്കാരായ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും പെൻഷൻ പോലും മര്യാദയ്ക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ PSC ചെയർമാനും മറ്റ് അംഗങ്ങൾക്കും ശമ്പളം വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെതിരെ ഈ സമരം, യുവാക്കളുടെ സമരമിതാ, യുവാക്കളുടെ ശബ്ദമിതാ. PSCക്കും കൊള്ളക്കാർക്കും കോടികൾ കോടികൾ കൂട്ടുന്ന പിണറായി സർക്കാർ PSCയുടെ ചെയർമാന് ലക്ഷം ലക്ഷം വാങ്ങുന്നില്ല. ഇനിയും എന്തിന് സർക്കാർ? കൊള്ളക്കാരുടെ സർക്കാർ. PSCയുടെ ചെയർമാന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഗതികേട് കൊണ്ട് ആശാ വർക്കർമാർ വരെ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വേളയിലാണ് ഈ PSC ചെയർമാനും അംഗങ്ങൾക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വർധനവുണ്ടായി. ഈ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. കാരണം പാവപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോടൊപ്പം അല്ല ഈ സർക്കാർ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി സമയത്ത് കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചത് ഈ ആരോഗ്യ പ്രവർത്തകരല്ലേ. അന്ന് ഈ സർക്കാരിന്റെ വ്യക്തമായ പ്രഖ്യാപിത നയം പോലും മധ്യവർഗത്തിനോടൊപ്പം അധികാരവർഗത്തോടൊപ്പമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. നിങ്ങൾ കഴിഞ്ഞ 8 കൊല്ലമായി സർക്കാരിന്റെ നയങ്ങളും നടപടികളും ആനുകൂല്യങ്ങളും പരിശോധിച്ച് നോക്കും. എല്ലാം കൊടുക്കുന്നതെന്ന് പറയുന്നത് അധികാരം കൈയാളുന്ന സെക്രട്ടേറിയറ്റ് അടക്കമുള്ള ജീവനക്കാരും ഉന്നത ഉദ്യോഗസ്ഥർക്കാരാണ് ഈ സർക്കാർ വഴിവിട്ട് എല്ലാം ചെയ്യുന്നത്. കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നവന് ഇതുവരെ കേരളത്തിൽ ഒരാൾക്കും കിട്ടാത്ത ശമ്പളം, മുഖ്യമന്ത്രിയേക്കാൾ വലിയ ശമ്പളം കൊടുക്കും. അപ്പോൾ ഈ സർക്കാർ സാധാരണക്കാരോടൊപ്പമല്ല എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളോട് ഇത്രയധികം തൊഴിലാളി വിരുദ്ധത കാണിക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആ ആശാ വർക്കർ 1500 രൂപയ്ക്ക് വേണ്ടിയല്ലേ സമരം കിടന്നത്. ഇവിടെ എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? നിലവിൽ PSC മെമ്പറുടെ ശമ്പളം എത്ര? 2.5 ലക്ഷത്തിന് മേളിലാണ്. 1.5 ലക്ഷം രൂപ അധികമായി കൊടുക്കാൻ വേണ്ടി ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ തൊഴിൽ കൊടുക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് ശരിക്കും ധിക്കാരമാണ്. അതായത് ഇതിനകത്ത് നിയമിക്കപ്പെട്ടതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്. ആ DYFIയുടെ കൊടി പിടിച്ച സർക്കാരിന് വഴിവിട്ട് സഹായം ചെയ്യുന്ന ആളുകളെയാണ് ഇതിനകത്ത് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ സമ്മർദ്ദത്തിന് വഴിവിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ശരിക്കും കേരളത്തിലെ യുവജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്, പരസ്യമായിട്ടുള്ള വെല്ലുവിളിയാണ്. അതായത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സൗകര്യമില്ല എന്ന് ഈ സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിയില്ല. എന്തുകൊണ്ടാണ് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കഴിയാത്തത്? സർക്കാർ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല. എത്ര ആശുപത്രികളാണ് മരുന്ന് കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നത്? എത്ര കോടികളാണ് അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളത്? അപ്പോൾ ഈ സർക്കാർ അടിസ്ഥാനപരമായി സഹായിക്കേണ്ട ആളുകൾക്കൊന്നും സഹായിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ പോലും പട്ടികജാതി പട്ടികവർഗ ആളുകൾക്ക് മുൻകാലങ്ങളിൽ മാറ്റിവെച്ച ഫണ്ടൊന്നും ഇത്തവണ കൊടുക്കുന്നില്ല. എല്ലാം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. കായിക താരങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്? പാവപ്പെട്ട കായിക താരങ്ങൾ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല, അവർക്ക് വാടക കൊടുക്കുന്നില്ല. അപ്പോൾ SC ST ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഈ വാടക കൊടുക്കാൻ വരുമ്പോൾ അവർ അപമാനിക്കപ്പെടുകയാണ്.
അവരുടെ ഉള്ളിൽ അപകർഷതാബോധം വളരെ വലുതാവുകയാണ്. അപ്പോൾ ആ കുട്ടികൾ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുമ്പ് പോവുകയാണ്. വലിയ സാമൂഹ്യ വിപ്ലവം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ സർക്കാർ ഈ പറയുന്ന PSC ചെയർമാൻ ഇത്രയും രൂപ കൊടുക്കുകയും പാവപ്പെട്ട ആശാവർക്കർക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് സാമൂഹ്യ വിപ്ലവം പിണറായി വിജയൻ നടപ്പിലാക്കിയെന്നുള്ളതാണ് ചോദ്യം. ഇത് കേരളത്തിലെ ജനങ്ങൾ ശക്തമായി ഇത് തിരിച്ചറിയും. വരും തെരഞ്ഞെടുപ്പുകളിൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരുന്നാലും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ശക്തമായി വിധി എഴുതും. ഒരു തർക്കവുമില്ല. ഇത് അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെയും സർക്കാരാണ്. ശക്തമായ സമരം നടത്തുന്നത്. ഇതാണ് ഈ തൊഴിലാളി വർഗ സ്നേഹം. ഈ തൊഴിലാളി വർഗത്തിനെ അല്ലല്ലോ സ്നേഹിക്കുന്നത്. തൊഴിലാളികൾ അവിടെ സെക്രട്ടറിന്റെ പടിക്കൽ കിടക്കല്. അപ്പം ഇപ്പം പിണറായി വിജയൻ ആനയാണ് ചേനയാണ് സൂര്യൻ എന്നൊക്കെ പാടിയത് ആരാണ്? സർക്കാർ ജീവനക്കാർ, അതായത് സെക്രട്ടറിയിൽ ഇരിക്കുന്ന ജീവനക്കാരാണ് പാടിയത്. ഏതെങ്കിലും സമരം കിടക്കുന്ന ഒരാൾ ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പാടുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പിണറായി വിജയനും അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇരിക്കുന്ന സർക്കാർ ജീവനക്കാരും അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നാൽ പിണറായി വിജയനെ തെറി വിളിക്കുന്ന തെറിപ്പാട്ട് കേൾക്കാൻ പറ്റും. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഇവിടെ ഒന്ന് സമരം ചെയ്യാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സമരം ചെയ്യേണ്ടി സർക്കാരിനെതിരെ. ഒരാൾ മത്സ്യത്തൊഴിലാളികൾ ഇദ്ദേഹത്തെ സ്തുതിച്ച് പാടുമോ? വിദ്യാർത്ഥികൾ സ്തുതിച്ച് പാടുമോ? ഈ പറയുന്ന തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇദ്ദേഹത്തിന് അനുകൂലമായി പാട്ട് പാടും. അപ്പോൾ പണം കൊടുത്ത ആളുകളെ പാട്ട് പഠിപ്പിക്കുന്നു. ഒരു PR വർക്ക് തന്നെ കേരളത്തിലെ പിണറായി വിജയൻ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെതിരെ ശക്തമായ വിധിയെഴുത്തുണ്ടാവും, ശക്തമായ പ്രതിഷേധമാണ്, ജനകീയമായ പ്രതിഷേധം ഉണ്ടാവും. യൂത്ത് കോൺഗ്രസും ജനങ്ങളെ ശക്തമായി അണിനിരത്തി പിണറായി വിജയന്റെ കള്ളക്കളികൾ പൊളിക്കും. ഒരു തർക്കമില്ല.